പാകിസ്ഥാനെതിരായ ആവേശകരമായ ഫൈനൽ ത്രില്ലറിൽ വിജയം കണ്ട ഏഷ്യാകപ്പ് കിരീടം സ്വന്തമാക്കിയെങ്കിലും ടീം ഇന്ത്യയുടെ അടുത്തതും വലുതുമായ സ്വപ്നം 2026 ICC T20 ലോകകപ്പാണ്. കഴിഞ്ഞ വർഷം നേടിയ കിരീടം നിലനിർത്തുക എന്ന കടുപ്പമേറിയ ലക്ഷ്യത്തോടെയാവും ഇന്ത്യ ലോകകപ്പിനിറങ്ങുക. എന്നാൽ ഏഷ്യാകപ്പിലെ വിജയത്തിളക്കത്തിനപ്പുറം ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെന്റുകൾക്ക് മുമ്പ് ടീമിന്റെ പ്രകടനത്തിൽ ചില നിർണായകമായ മാറ്റങ്ങൾ വരുത്തേണ്ടതും അത്യാവശ്യമാണ്. ഏഷ്യാകപ്പിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ ടീമിന് സാധിച്ചെങ്കിലും ചില ദൗർബല്യങ്ങൾ ഇന്ത്യൻ നിരയെ അലട്ടിയിരുന്നു. മധ്യനിര ബാറ്റിംഗിലെ സ്ഥിരതയില്ലായ്മ, മോശം ഫീൽഡിംഗ്, പവർ പ്ലേയിലെ വിക്കറ്റ് നേട്ടത്തിലെ കുറവ് എന്നിവയായിരുന്നു പ്രധാന പ്രശ്നങ്ങൾ. T20 ലോകകപ്പിന് മുമ്പ് ഈ വീക്ക്നെസ്സുകളെല്ലാം പരിഹരിച്ച് കൂടുതൽ കെട്ടുറപ്പുള്ള ഒരു ടീമായി ഇന്ത്യ മാറേണ്ടതുണ്ട്. അതിനായി ടീം കോമ്പിനേഷനിലും ബാറ്റിംഗ് ഓർഡറിലും ബൗളിംഗ് തന്ത്രങ്ങളിലും നിർബന്ധമായി വരുത്തേണ്ട 3 പ്രധാന മാറ്റങ്ങളാണുള്ളത്. തിലക് വർമ്മയെ 3-ാം നമ്പറിലേക്ക് കൊണ്ടുവരുന്നത് ബാറ്റിംഗ് ഓർഡറിനും സ്ഥിരത നൽകും. അർഷ്ദീപ് സിംഗിനെ ബുംറയ്ക്കൊപ്പം ചേർക്കുന്നത് ബൗളിംഗിനും വൈവിധ്യവും ശക്തിയും പകരും. ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരം റിങ്കു സിംഗിനെ ഫിനിഷറാക്കുന്നത് ഡെത്ത് ഓവറുകളിലെ റൺ നിരക്ക് വർദ്ധിപ്പിക്കും. ഈ 3 നിർണായക മാറ്റങ്ങൾ T20 ലോകകപ്പിന് മുമ്പുള്ള പരമ്പരകളിൽ പരീക്ഷിച്ച് ടീമിനെ കോമ്പിനേഷൻ ഉറപ്പാക്കിയാൽ മാത്രമേ ലോകകപ്പിൽ കടുപ്പമേറിയ വെല്ലുവിളികളെ അതിജീവിച്ച് ഇന്ത്യക്ക് കിരീടം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി കൂടുതൽ കെട്ടുറപ്പുള്ള ഒരു ടീമായി മാറാനുള്ള സമയം ടീം ഇന്ത്യക്ക് ആയിരിക്കുന്നു.